ഒരിക്കലും മാറ്റമില്ലാത്തതിനെയാണ് നാം ശരി അല്ലെങ്കിൽ സത്യം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു ശരി മാത്രമേ ഉള്ളൂ. മാറ്റമില്ലാത്തതായി പ്രപഞ്ചത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ബ്രഹ്മമാകുന്നു. ആ ബ്രഹ്മം എത്ര കാലം കഴിഞ്ഞാലും അതുപോലെ നിലകൊള്ളും. എന്നാൽ നാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വതും, ഈ പ്രപഞ്ചം തന്നെയും ഇല്ലാതാകും. കാണുന്ന സർവ്വതും ഇല്ലാതായി പോകും. അപ്പോൾ അതെങ്ങനെയാ സത്യമാവുക? ഒരിക്കലും നശിക്കാത്തതാണ് സത്യം. നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിലേക്കൊന്ന് നോക്കാം. നാം ചെയ്യുന്ന ശരി എന്താണ്? നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നാം അത് ശരിയായ ഒരു കാര്യം ചെയ്തു എന്ന് എങ്ങനെയാണ് നാം നിശ്ചയിക്കുന്നത്? നമ്മളുടെ ഈ സമൂഹത്തിൽ നാം നിയമം കൊണ്ട് ശരി എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം നാം ചെയ്യുമ്പോൾ ഇത് ശരിയാകുന്നു. നാളെ ഈ നിയമം കൊണ്ട് തന്നെ അതിനെ തെറ്റാക്കി പറയുമ്പോൾ, അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ, ഇന്ന് നാം ചെയ്ത ശരി നാളെ തെറ്റായി മാറുന്നു. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചും പരിതസ്ഥിതിക്കനുസരിച്ചും തെറ്റും ശരിയും മാറിക്കൊണ്ടിരിക്കും. അതായത് തെറ്റ് ശരി എന്നൊന്നില്ല, അത് വെറും തോന്നലാണ്. അത് കാലഘട്ടത്തിനനുസരിച്ചും പരിതസ്ഥിതിക്കനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് മഹാഭാരതത്തിലേക്കൊന്ന് കടക്കാം. അവിടെ ലോകം കണ്ട തന്നെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ, ധർമ്മത്തിലൂന്നി കർമ്മം ചെയ്യുന്നവൻ ആണ് ഭീഷ്മാചാര്യർ. ഒരിക്കലും ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കില്ല എന്ന് അഹങ്കരിച്ചിരുന്ന വ്യക്തിയാണ് ഭീഷ്മാചാര്യർ. അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരിക്കൽ ധർമ്മവും തൻ്റെ വാക്കും തുലാസിൽ വന്നു. അതായത് തൻ്റെ വാക്ക് പാലിക്കണമോ അതോ ധർമ്മത്തിന്റെ കൂടെ നിൽക്കണമോ? അന്ന് അദ്ദേഹം തൻ്റെ വാക്ക് പാലിക്കുവാൻ തീരുമാനിച്ചു. വലിയ അനീതി കൺമുന്നിൽ നടക്കുമ്പോൾ തൻ്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി മൗനം പാലിച്ചു. അതിന്റെ ഫലമാണ് മഹാഭാരത യുദ്ധം. സർവനാശം വിതച്ച മഹാഭാരത യുദ്ധം അതിന്റെ പരിണിത ഫലമാണ്. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നാം സ്വാർത്ഥത വെടിഞ്ഞ് നമ്മുടെ വാക്ക് പാലിക്കുക. തീർച്ചയായും വാക്ക് പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഒരു സമൂഹത്തിന് നാശം വരുന്ന, സമൂഹത്തിന് ദോഷം വരുന്ന, സമൂഹത്തിന് മൊത്തത്തിൽ ദുഃഖം നൽകുന്ന ഒരു സംഭവം നമ്മുടെ വാക്ക് പ്രവർത്തിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ വാക്ക് പ്രവർത്തിക്കുവാൻ നാം കൂട്ടുനിൽക്കുന്നതിലൂടെ സംഭവിക്കുമെങ്കിൽ തീർച്ചയായും നാം ആ വാക്ക് ലംഘിച്ചിരിക്കണം. അതാണ് ധർമ്മം. സമൂഹ നന്മയെ കരുതി നാം ആ വാക്ക് തീർച്ചയായും ലംഘിക്കണം. കാരണം ആ വാക്ക് പാലിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥമായ എന്താ പറയുക, നാളെ പറയും അവൻ വാക്ക് പാലിച്ചില്ല എന്ന് പറയും. അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല. പക്ഷേ നാം ആ വാക്ക് ലംഘിക്കുന്നതോടുകൂടി സമൂഹ നന്മയാണ് സംഭവിക്കുന്നതെങ്കിൽ അതാണ് ധർമ്മം. അതാണ് ഭഗവാൻ പറഞ്ഞത്, നീ നിന്റെ കർമ്മം ചെയ്യൂ, ഫലത്തെക്കുറിച്ച് നീ ചിന്തിക്കണ്ട. കാരണം നീ ചിന്തിക്കുന്നതാവില്ല ഫലം. നീ കാണുന്നതല്ല ശരി, എല്ലാം മായയാണ്. നീ നിന്റെ കർമ്മം ചെയ്യൂ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് അതുകൊണ്ടാണ്.